പ്രൈസ് ലോർഡ്. നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യവാനുമായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഇന്ന് പകൽക്കാലം അങ്ങയുടെ സഭയോട് അങ്ങ് സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവം തന്ന ദൂതുകൾ, വചനങ്ങൾ ഒരു കലർപ്പ് പോലുമില്ലാതെ പരിശുദ്ധാത്മാവ് തന്നെ വചനം വേർതിരിച്ച് ആഴത്തിലേക്ക് ഇറങ്ങി ദൈവസഭയ്ക്കാവശ്യമുള്ള ദൂതുകൾ ഇന്ന് പകൽക്കാലം വിളങ്ങേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഇവിടെ ഇറങ്ങേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിൽ ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് ഇന്ന് പകൽക്കാലം തൻ്റെ സുവിശേഷത്തിലൂടെ, വചനത്തിലൂടെ അങ്ങ് വെളിപ്പെടുത്തേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അന്തരീക്ഷ മണ്ഡലങ്ങളെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണമേ. കർത്താവേ, ഓരോ ഹൃദയത്തെയും ദൈവത്തിൻ്റെ ആത്മാവ് ഏറ്റെടുത്ത് ദൈവഹിതം വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായി ദൈവം സംസാരിക്കണമേ. കർത്താവായ യേശുവേ, പരിശുദ്ധാത്മാവേ, ഈ സമയം അങ്ങേയ്ക്കായി ഞങ്ങൾ വേർതിരിക്കുന്നു. ഒരു മിനിറ്റ് പോലും എൻ്റെ ഹിതമോ എൻ്റെ ഇഷ്ടമോ എൻ്റെ ആഗ്രഹങ്ങളോ പറയാൻ എൻ്റെ ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും അനുവദിക്കല്ലെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ പൂർണ്ണമായും കർത്താവിൻ്റെ കരത്തിലേൽപ്പിക്കുന്നു. കർത്താവേ, ദൈവത്തിൻ്റെ വചനം ശക്തമായി വിളങ്ങേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഇതിനെതിരെ നിൽക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ഹല്ലേലൂയ. സകല മാനവും മഹത്വം അങ്ങ് മാത്രമേ ഏറ്റെടുക്കും. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുവാൻ കിട്ടിയ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം വെളിപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വചനത്തിലൂടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഓരോ വചനത്തിനകത്തും ദൈവത്തിൻ്റെ ജീവൻ അടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പം വെളിപ്പെടാത്ത ഒരു വചനത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നടക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. വചനം വെളിപ്പെട്ടെങ്കിൽ മാത്രമേ, ദൈവം സംസാരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വചനത്തിൽ നടക്കാൻ പറ്റത്തുള്ളൂ, വചനത്തിൽ ഉറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യണം? നമ്മളോട് സംസാരിക്കണം. ദൈവം എങ്ങനെയാണോ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതേ നിലവാരത്തിൽ നമ്മൾ ദൈവം എന്ത് ചെയ്യണം? നമ്മളോട് സംസാരിക്കണം. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്ന് പറഞ്ഞല്ലേ. ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥനയോടെ ആയിരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 15 വാക്യം. ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 15. യോഹന്നാൻ 14:15. യോഹന്നാൻ 14:15 അതെ, ഒറ്റ വാക്യമാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്തു ചെയ്യും? കൽപ്പനകളെ കാത്തുകൊള്ളും. നമ്മുടെ വിഷയം കൽപ്പനകൾ നമുക്ക് പ്രമാണിക്കാൻ കഴിയാത്തതാണല്ലേ? ആണോ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമുക്ക് ബൈബിൾ അല്ലെങ്കിൽ കൽപ്പനകൾ പ്രമാണിച്ചില്ലെങ്കിൽ ബൈബിളിൽ പറയുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവർത്തികമായില്ലെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമോ? ഇല്ല. അപ്പം കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ അല്ലേ, എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അപ്പം ഞാൻ ചോദിക്കട്ടെ, എത്ര പേരോ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇത് റിലേഷനാകട്ടോ. യേശു ക്രിസ്തുവും നമ്മളും തമ്മിലുള്ള റിലേഷനിൽ നിന്നാണ് എന്ത്
കൽപ്പനകൾ പ്രവർത്തിക്കുന്നത്, അല്ലേ? നിങ്ങൾ ചിന്തിച്ചേ, നമുക്കൊരു സ്നേഹമില്ലാത്ത ഒരാളോട് നമുക്ക് എത്രമാത്രം, അല്ലേ, ഒരു എന്താണ് അതിനകത്ത് എന്തോ പറയുന്നത്, എത്രമാത്രം ഒരു സിൻസിയർ കാണും, അല്ലേ? പക്ഷെ നിങ്ങൾക്ക് സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും? ആ ആൾക്കൊരു ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഏതറ്റം വരെയും പോതില്ലയോ? പ്രൈസ് ലോർഡ്. അപ്പം യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നു എങ്കിൽ അവൻ പറഞ്ഞ കൽപ്പനയൊന്നും നമുക്ക് എന്തല്ല, ഭാരമല്ല. പ്രൈസ് ലോർഡ്. അപ്പം ഇതിൻ്റെ അർത്ഥം നമ്മൾ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതല്ലേ? പ്രൈസ് ലോർഡ്. എന്തുകൊണ്ട് കൽപ്പനകൾ പ്രമാണിക്കാൻ നമുക്ക് പറ്റുന്നില്ല? റീസൺ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. സിമ്പിളാ, അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ ദൈവ സ്നേഹത്തിലേക്കാണ് നമ്മൾ ദിവസം മടങ്ങി വരേണ്ടത്. എവിടെയാണോ ദൈവവുമായിട്ടുള്ള സ്നേഹത്തിൽ ആ റിലേഷനിൽ ബ്രേക്ക് ആയിരിക്കുന്നത്, അവിടേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ, അല്ലേ, ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ പ്രമാണിക്കും. യേശു ക്രിസ്തു വരുന്നത് ആരെ ചേർക്കാനാണ് പറഞ്ഞേ? എനിക്ക് പ്രിയമുള്ളവരെ ചേർക്കാനല്ലേ? പ്രിയമുള്ളവർ കൽപ്പന അനുസരിച്ചിരിക്കും. പ്രൈസ് ലോർഡ്. പ്രിയമില്ലാത്തവരാണ് കൽപ്പന അനുസരിക്കാൻ ഭാരമാകുന്നത്. പ്രൈസ് ലോർഡ്. അപ്പം കൽപ്പന അനുസരിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുമോ? നിങ്ങൾ പറ. പ്രൈസ് ലോർഡ്. അതും പോരാ, സ്നേഹത്തിലല്ല ഈ കൽപ്പന അനുസരിക്കുന്നെങ്കിലും നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുമോ? സ്നേഹത്തിൽ നിന്ന് വരുന്ന, അല്ലേ, ദൈവവുമായിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് വരുന്ന ബന്ധത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൽപ്പനകൾ അനുസരിക്കുന്നത്, അല്ലേ? നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? 1 കൊരിന്ത്യർ 16:14 പെട്ടെന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 16:14. നിങ്ങൾ ചെയ്യുന്നതെല്ലാം എന്ത് ചെയ്യണം? സ്നേഹത്തിൽ, ദൈവ സ്നേഹത്തിലാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യുന്നത് സ്നേഹത്തിലാണെന്നല്ല, നിങ്ങൾ ചെയ്യുന്നതെല്ലാം എന്ത് ചെയ്യണം? ദൈവസ്നേഹത്തിൽ ചെയ്യണം, അല്ലേ? അപ്പോസ്തലന്റെ മാനുഷികമായ സ്നേഹമാണോ? അല്ല. ബൈബിൾ ആഴത്തിലേക്ക് പഠിച്ചു കഴിയുമ്പം ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് പൗലോസ് കടന്നു വരുന്നത്, അല്ലേ? നിങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവസ്നേഹത്തിൽ ചെയ്യണം. ഈ ബേസിൽ ദൈവസ്നേഹത്തിൽ കൽപ്പനകൾ പ്രമാണിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ ഇല്ലയോ? സ്നേഹത്തിലാണെങ്കിൽ നമുക്ക് ഭാരമുണ്ടാകുമോ ഇല്ലയോ എന്ന ചോദ്യമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാൻ വരുന്നത് ദൈവത്തോടുള്ള സ്നേഹ നിമിത്തമാണോ? ആരാധിക്കാൻ വരുന്നത് ദൈവത്തോടുള്ള സ്നേഹ നിമിത്തമാണോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹ നിമിത്തമല്ലെങ്കിൽ ഇതിനൊന്നും പ്രതിഫലമില്ല. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയെ പ്രാർത്ഥിക്കാൻ നമ്മൾ ചർച്ചിലേക്ക് അല്ലെങ്കിൽ പാസ്റ്റർ പറയുമ്പോൾ എങ്ങനെയാ പ്രാർത്ഥിക്കണ്ടേ? ദൈവസ്നേഹത്തിലാണ് ആ വ്യക്തി പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ എങ്ങനെയാ കൊണ്ടുവരണ്ടേ? ആ വ്യക്തി എന്ത് ചെയ്യണം? ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരണം. അതാ ദൈവത്തിൻ്റെ ആ ഒരു ബന്ധത്തിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവരണം. അങ്ങനല്ലേ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹിക്കുമ്പോൾ അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാത്തത്? പറ. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുള്ളത് തന്നെയാണ് ആൻസർ. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാത്തതും എന്താ? ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? സ്നേഹിക്കുന്നില്ല, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, കൽപ്പന അനുസരിക്കുന്നതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ദൈവത്തെ സ്നേഹിക്കുന്നതാ. ദൈവസ്നേഹം നമ്മളിൽ നിറയുമ്പോൾ സംഭവിക്കുന്നതെന്നറിയാമോ? നമ്മൾ ഓട്ടോമാറ്റിക്കൽ കൽപ്പന അനുസരിച്ചിരിക്കും. ഒരു സംശയവുമില്ല, അതിനകത്തൊരു കലർപ്പില്ല. നിങ്ങൾ തന്നെ ചിന്തിക്കുക. നമ്മൾ ദൈവത്തെ വിളിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് ദൈവവുമായിട്ടുള്ള റിലേഷൻ ഇല്ലാതെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, അല്ലേ, പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പം അടുത്ത വാക്യം വായിക്കാം.
മത്തായി 22:37-39 പെട്ടെന്ന് വായിക്കണേ. മതി ഒരു വാക്യം മതി, അടുത്ത പിന്നെ വായിക്കാം. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാണ് ആദ്യത്തെ കൽപ്പന അല്ലേ, ഫസ്റ്റ് കൽപ്പന. പുതിയ നിയമത്തിൽ ദൈവം എന്താ പറഞ്ഞേക്കുന്നത്? കൂട്ടുകാരനെ അനുസരിക്കുന്നത് പിന്നെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും ആദ്യം എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കണം. ഈ ദൈവസ്നേഹത്തിലേക്കാണ് നമ്മൾ മടങ്ങി വരേണ്ടത് ഈ ദിവസങ്ങളിൽ. 31 വാക്യം എന്തുവാ? നിന്നെ പോലെ തന്നെ കൂട്ടുകാരനെ സ്നേഹിക്കും. അതായത് ദൈവത്തെ നമ്മൾ സ്നേഹിച്ചാൽ നമ്മുടെ കൂട്ടുകാരനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുമെന്നാണ് വചനം പറയുന്നത്. നമുക്ക് നമ്മുടെ സഹോദരനെയോ സഹോദരിയോ അല്ലെങ്കിൽ വെളിയിലുള്ള ആരെങ്കിലുമോ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനകത്ത് അർത്ഥം എന്താ? നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുള്ളതാണ് തന്നെയാണ് അർത്ഥം അല്ലേ? പ്രിയമുള്ളവരെ, മാനുഷിക സ്നേഹമല്ല ദൈവസ്നേഹം. മാനുഷിക സ്നേഹത്തിന് അളവുകളുണ്ട്, ലിമിറ്റേഷൻസുകളുണ്ട്. എന്നാൽ ദൈവസ്നേഹം എന്താണ്? അൺലിമിറ്റഡാ, അൺകണ്ടീഷണലാ, അതിനൊരളവ് പോലുമില്ല. ഈ ദൈവസ്നേഹത്തിലേക്കാണ് ആര് വരേണ്ടത്? വെളിയിൽ കിടക്കുന്ന ആളുകൾ വരേണ്ടത്. പ്രൈസ് ലോർഡ്. ദൈവസ്നേഹത്തിലല്ലാതെ നമുക്കവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ശമരിയ സ്ത്രീ ഇല്ലേ, നിങ്ങളറിയാവോ? ശമരിയ സ്ത്രീ കർത്താവിനെ കണ്ടുമുട്ടി അല്ലേ? ആദ്യം ശമരിയ സ്ത്രീ എന്തോ പറഞ്ഞേ? പ്രവാചകനാന്ന് പറഞ്ഞു അല്ലയോ? ശമരിയ സ്ത്രീയോട് കർത്താവ് പറഞ്ഞോ കൽപ്പന അനുസരിക്കാൻ പറഞ്ഞോ? ഇല്ല. ആദ്യം ശമരിയയ്ക്ക് എന്ത് ചെയ്തു? ശമരിയ സ്ത്രീക്ക് എന്ത് ചെയ്തു? പ്രവാചകനാന്ന് പറഞ്ഞു യേശു ക്രിസ്തു അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ വന്ന് എന്ത് ചെയ്തു? ക്രിസ്തു മശിഹായെന്ന് പറഞ്ഞു. യേശു എന്ത് പറഞ്ഞു? ആ മശിഹ ഞാനാകുന്നു പറഞ്ഞു. പ്രവാചകനെക്കാട്ടിലും വലിയ മശിഹായെ വെളിപ്പെട്ടപ്പോ ശമരിയ സ്ത്രീക്ക് എന്ത് സംഭവിച്ചെന്നറിയാമോ? ആരും പറഞ്ഞില്ല. ക്രിസ്തുവിനെ സുവിശേഷീകരിക്കാൻ ശമരി മൊത്തം പോയി. പ്രൈസ് ലോർഡ്. കൽപ്പന അനുസരിക്കാൻ പറഞ്ഞോ? കർത്താവിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കർത്താവിനെ വെളിപ്പെട്ട് കിട്ടുന്നത് അനുസരിച്ചാണ് ദൈവത്തോടുള്ള സ്നേഹം. നമ്മൾ ബൈബിൾ വായിക്കുന്നത് വല്ലതും കിട്ടാനാണോ? ആണെങ്കിൽ നമ്മൾ മരിക്കുന്നിടം വരെ വായിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ദൈവത്തെ വെളിപ്പെട്ട് കിട്ടാനാണ് ബൈബിൾ വായിക്കുന്നതെങ്കിൽ നമ്മൾ നിത്യത്തിലെത്തും. ഞാൻ വിശ്വസിക്കുന്നു നമുക്കുള്ളതെല്ലാം ദൈവം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തിന്മാനും ഉടുപ്പാനും കൊടുപ്പാനും ഉള്ളതെല്ലാം ആര് തരും? ദൈവം തരും. അതാരാ അന്വേഷിക്കുന്നത്? ജാതികൾ അന്വേഷിക്കുന്നത്. നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതെല്ലാം ദൈവം തരുമെന്നാണ് വചനം പറയുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ? ശമരിയ സ്ത്രീക്ക് മെശിഹ വെളിപ്പെട്ടതുപോലെ ക്രിസ്തു എന്നിലും നിങ്ങളിലും വെളിപ്പാടായി മാറുമ്പോൾ ആ ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുക അല്ലയോ? ഹല്ലേലൂയ. അപ്പം ദൈവത്തെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കൂട്ടുകാരനെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തെ കൂട്ടുകാരനെയോ സഹോദരനെയോ സഹോദരിയോ മറ്റുള്ളവരെയോ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ ആൻസർ ബൈബിൾ പറയും. ഞാൻ പറഞ്ഞതല്ല, ബൈബിൾ പറയുന്നത് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ലെന്നുള്ളതാണ് അല്ലേ? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, കർത്താവിൻ്റെ സ്നേഹം എങ്ങനെ? ഇപ്പം ഞാൻ പറയുക, ഇപ്പം സുധമർ അവിടെ നിൽക്കുന്നു. സുധമരോട് ഞാൻ പറയുവാണ്, സുധമർ ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ സുധമർ സ്നേഹിക്കാൻ പറ്റുമോ? ഇല്ല. ഇതൊരു വാക്കിൽ ഒതുങ്ങുന്നതല്ല. അപ്പോൾ എങ്ങനെയാണ് സംഭവിക്കേണ്ടത്? അത് അതിൻ്റെ ബൈബിൾ അനുസരിച്ച് അതിൻ്റെ ലോ എന്താ? പറ. എന്താ? ഞാൻ സുധന്മദറിനോട് പറയുകയാണ്, സുധന്മദർ ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറയുന്നതിനെക്കാട്ടിലുപരിയായി ചെയ്യേണ്ടത് ഞാൻ ആദ്യം ദൈവത്തെ സ്നേഹിക്കണം. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. എന്നിട്ട് ആ സ്നേഹത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ സ്നേഹിക്കണം. അങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ അവിടെ വെളിപ്പെടുന്നത് എന്തെന്നറിയാമോ? എൻ്റെയും നിങ്ങളുടെയും സ്നേഹമല്ല, ദൈവസ്നേഹം വെളിപ്പെടുക. ആ ദൈവസ്നേഹത്തെ കണ്ടിട്ട് അവർ അങ്ങോട്ട് വരും, ചർച്ചിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവസ്നേഹം മനസ്സിലാക്കിയിട്ട് മാത്രമേ ചർച്ച വരത്തുള്ളൂ.
അതേസമയം എൻ്റെ സ്നേഹമാണ് ഞാൻ സുദമ്പതിനോട് കൊടുക്കുന്നത് ലിമിറ്റഡ് അത് കണ്ടീഷണലാണ്. എനിക്കെന്തെങ്കിലും ഒരു പക്ഷേ എന്തെങ്കിലും എനിക്ക് ആവശ്യങ്ങൾ നേടാനായിരിക്കാം, എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിരിക്കാം. പക്ഷെ ദൈവത്തിന് ഒരു കണ്ടീഷനും ഇല്ല, ദൈവസ്നേഹത്തിന് ഒരു ബാധ്യതകളുമില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ എങ്ങനെ സ്നേഹിച്ചു? നിങ്ങൾ പറഞ്ഞേ, പാപികളായിരിക്കുമ്പോഴല്ലേ? ഇതിൽ കൂടുതൽ സ്നേഹം വേറെ എവിടെ കാണും പറ? ഈ സ്നേഹമാണ് നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ ഈ യേശുവിനെ നമ്മൾ സ്നേഹിച്ച് എന്ത് ചെയ്യണം? മറ്റുള്ളവരിലേക്ക് ആ സ്നേഹം കൊടുക്കണം. അങ്ങനെ ആ സ്നേഹം കൊടുക്കുമ്പം അവരെന്ത് ചെയ്യും? ആ ദൈവത്തെ അവർക്ക് വെളിപ്പെട്ട് കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനല്ല, ബൈബിൾ അങ്ങനെയല്ലേ പറയുന്നത്. എന്നെ ആദ്യം സ്നേഹിക്കുക, അത് കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരെ സ്നേഹിക്കുക. ഒന്നാം കൽപ്പന. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സാധാരണ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കാതെയാണ് കൽപ്പന അനുസരിക്കുന്നതെങ്കിൽ ഒന്നാം കൽപ്പന തെറ്റിയില്ലേ? ഒന്നാം കൽപ്പന തെറ്റിയവർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? നിങ്ങൾ പറ. പറ്റത്തില്ല. കൽപ്പനകളാണിത് ദൈവത്തിൻ്റെ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, കൽപ്പന അനുസരിക്കുന്നതിനെക്കാട്ടിലും ഉപരി ദൈവത്തെ സ്നേഹിക്കുന്നതാണ്. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവനോടുള്ള സ്നേഹം കൊണ്ട് കൽപ്പന അനുസരിക്കും. ഒരു എക്സാമ്പിൾ, ഒരു ഭാര്യയും ഭർത്താവും വീട്ടിലുണ്ട് അല്ലേ? ഭാര്യ ഒരു ഭർത്താവിനെ അധികമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ സംഭവിക്കുന്നതന്നെ ഒരു വലിയ സുരക്ഷിതാബദ്ധ ബോധം തോന്നും ആ ഭാര്യയ്ക്കല്ലേ? കാരണം എന്തു വന്നാലും എൻ്റെ ഭർത്താവ് ഇടപെട്ടുകൊള്ളും, തോന്നലിയോ? ആ സുരക്ഷിത ബോധം ഈ ലോകത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്കുണ്ടോ? എൻ്റെ ചോദ്യമാണ്. അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ലെന്നുള്ളതാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ ഏറ്റവും അധികം സ്നേഹിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഭർത്താവിന് ഒരു ഭാര്യയെ ഏറ്റവും അധികം സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? ആ വ്യക്തി ആദ്യം ദൈവത്തെ സ്നേഹിക്കണം. ആ ദൈവത്തിൽ നിന്ന് ആ ഭാര്യയും ഭർത്താവിനെയും കൂടെ സ്നേഹിക്കുമ്പോൾ സംഭവിക്കുന്നതെന്നറിയാമോ? ഒരു അൺകണ്ടീഷണൽ ലവിലായിരിക്കും ആ ഫാമിലി പണിയപ്പെടുന്നത്. അവിടെ പ്രതിസന്ധിയില്ല, അവിടെ വഴക്കില്ല, അവിടെ പ്രശ്നങ്ങളില്ല, അവിടെ മുറിമുറിപ്പില്ല. അവിടെ ദൈവം തന്നെ രാജാവായി വാഴുകയാണ്. ഈ ഒരു ഭാഗ്യ പദവിക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഇങ്ങനെയാണ് കർത്താവിനെ സ്നേഹിക്കുന്ന വല്ലതും കിട്ടാനല്ല അല്ലേ? കർത്താവ് നമ്മുടെ ഭൂമിയിലേക്ക് വന്നു. നമുക്ക് ഇവിടെ ഞാൻ സമയം എടുക്കുന്നില്ല, വചനം ഞാൻ എടുക്കുന്നില്ല, സമയം വളരെയധികം പോയി അല്ലേ? ദാസരൂപം എടുത്തു അല്ലേ? ദാസരൂപം എടുത്തു അല്ലേ? അവൻ തന്നെത്താൻ ഒഴിച്ചു. തന്നെത്താൻ ഒഴിച്ചു എന്ന് പറഞ്ഞ അർത്ഥം എന്താ അറിയോ? ഞാനൊരു സ്ഥലത്ത് പോയി, അവിടെ ബ്രദറെ ഞാൻ അങ്ങ് ഇല്ലാതായിപ്പോയി എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ സിസ്റ്ററെ ഞാൻ അങ്ങ് ഇല്ലാതായിപ്പോയി, ഞാൻ ഒന്നുമല്ലാതെ ആയിപ്പോയി. ആരാ അനുഭവിച്ചേ? കർത്താവ്. നമ്മളെ രക്ഷിക്കാൻ ഒരു അമ്മയുടെ ഉദരത്തിൽ കർത്താവ് ചെറുതായി, ഒരു ദാസരൂപം എടുത്ത് കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ആ കർത്താവ് എന്താ പറഞ്ഞേ? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. നമ്മളോ? നമുക്കങ്ങനെ ക്ഷമിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുള്ളതാണ് അർത്ഥം. മടങ്ങി വാ. ദൈവസ്നേഹത്തിലേക്ക് സഭ മടങ്ങി വരുമ്പോൾ അവിടെ എന്തുണ്ടാകും? ഒരു ഐക്യത വെളിപ്പെടും. പ്രിയമുള്ള, നമ്മുടെ സ്നേഹത്തിലല്ല നമ്മൾ ദൈവത്തെ സ്നേഹിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത്. ദൈവസ്നേഹത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മറ്റുള്ളവരെ സ്നേഹിക്കാൻ. ഞാൻ വേഗത്തിൽ പോവാം. ഒരു മിനിറ്റ്. യോഹന്നാന്റെ സുവിശേഷം 15:9. പെട്ടെന്ന് യോഹന്നാന്റെ സുവിശേഷം 15:9 മതി. അപ്പൊ യേശു എങ്ങനെ നമ്മൾ സ്നേഹിച്ചേ? പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പൊ എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. വസിക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലാ. അപ്പൊ ഈ പിതാവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കൽപ്പന പ്രമാണിക്കാൻ പറ്റത്തുള്ളൂ.
നമ്മളല്ലാതെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ പ്രമാണിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആശീർവാദം പറയുമ്പോഴേ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും അല്ലേ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും, ആ ദൈവസ്നേഹം നമ്മളിലേക്ക് വരണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ വേണമെന്നാണ് പറയുന്നത്. അത് മാത്രം മതിയോ? പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സഹവാസവും. ഹല്ലേലൂയ. അപ്പം ഈ സഹവാസം ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ചേരുമ്പോഴാ ആ സ്നേഹം വെളിപ്പെടുന്നേ അല്ലേ. അപ്പം എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ. ആ സ്നേഹത്തിൽ വസിക്കാതെ നമ്മൾ കൽപ്പന അനുസരിക്കാൻ പറ്റത്തില്ല. കൽപ്പന അനുസരിക്കാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരിക. വെളിപ്പാടിൻ്റെ പുസ്തകം, അവിടേക്ക് ദൈവം എന്നെ കൊണ്ടുപോകുന്നു, എനിക്കറിയത്തില്ല. വെളിപ്പാട്, എഫെസോസ്. പ്രൈസ് ലോർഡ്. അതെ 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 വെളിപ്പാട് 2:4. മതി. അതായത് എഫെസോസ് സഭയോട്, അല്ലെങ്കിൽ ദൈവാത്മാവ് സംസാരിക്കുന്ന വാക്കുകളാണ് അല്ലേ. എന്താണ്? അവരെല്ലാം ദൈവം കണ്ടു, എല്ലാം ഓക്കെയാണെന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞതറിയോ? എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞതൊരു കുറ്റം പറയുവാനുണ്ട്. ആദ്യ സ്നേഹം എന്നുള്ളൊരു കുറ്റം പറയാനുണ്ട്. അപ്പം ആ കുറ്റം എന്നുള്ളത് എന്താ പറയുന്നത്? നീ ഏതിൽ വീണിരിക്കുന്നുവോ. അപ്പം അവിടെ ഒരു വീഴ്ച സംഭവിച്ചല്ലേ. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് ദൈവസ്നേഹത്തിലല്ലെങ്കിൽ ദൈവം അപ്രൂവ് ചെയ്യത്തില്ല. എന്തോ ഈ ആദ്യ സ്നേഹം? നിങ്ങളൊന്ന് പറഞ്ഞേ, ആദ്യ സ്നേഹം എന്തുവാ? ഞാനിത് മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, ഒരു ഭാര്യയും ഭർത്താവും കൂടെ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ സ്നേഹമുണ്ട്. പക്ഷേ ഞാൻ യേശുവിനെ അറിഞ്ഞിട്ട് 11 വർഷമായി. അന്നറിഞ്ഞ സ്നേഹമല്ല ഇപ്പോൾ അറിയുന്നത്. ആ സ്നേഹത്തെക്കാട്ടിലും വ്യാപ്തി കൂടുതലാണ്. അപ്പം ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾ എങ്ങനെ മടങ്ങി വരുമെന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചു. എന്നോട് ദൈവം പറഞ്ഞതെന്നറിയോ? ദൈവത്തെ നമ്മൾ അറിഞ്ഞൊരു സ്നേഹമുണ്ട്, ആദ്യ സ്നേഹം. ആ സ്നേഹം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എവിടെയോ ദൈവത്തോടുള്ള ബന്ധത്തിൽ എന്ത് ചെയ്തു? ഒരു 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 ഇടർച്ച സംഭവിച്ചു. അങ്ങനെ ഇടർച്ച സംഭവിച്ചെങ്കിൽ ആ കണക്ഷൻ എന്ത് ചെയ്തു? കട്ടായി. അങ്ങനെ കണക്ഷൻ കട്ടായിട്ട് ചെയ്യുന്ന പ്രവർത്തികൾ ദൈവസ്നേഹത്തിലാണോ? അല്ല, ദൈവസ്നേഹത്തിലല്ല നമ്മൾ ചെയ്യുന്നേ. ദൈവം അപ്രൂവ് ചെയ്യത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? നീ എവിടെയാണോ കട്ടായ ആ സ്നേഹത്തിലേക്ക് നീ മടങ്ങി വന്നതിനെ കറക്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ നിന്നെ സഹായിക്കുന്നല്ലേ അതിനർത്ഥം. ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾ മടങ്ങി വരിക. അതായത് സഭയോടെ കർത്താവ് പറയുന്നത്, നിങ്ങൾ മടങ്ങി വന്നില്ലെങ്കിൽ ഞാൻ ആ നിലവിളക്കിനെ നീക്കിക്കളയും. സഭയുടെ പർപ്പസ് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുക. ആ സ്നേഹത്തിലല്ലെങ്കിൽ, ദൈവസ്നേഹത്തിലല്ലെങ്കിൽ എന്ത് ചെയ്യണം? സഭയെ നീക്കൂന്ന കർത്താവ് പറഞ്ഞേ. ദൈവസഭ ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരണം. പ്രിയമുള്ളവരെ, ദൈവസ്നേഹത്തിൽ ചെയ്യാത്ത ഒന്നും ദൈവം അപ്രൂവ് ചെയ്യത്തില്ല. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 10:37. പെട്ടെന്ന്. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. അല്ലേ? അതെ, മതി. എന്തോ കർത്താവ് പറഞ്ഞത്? എന്നേക്കാൾ അധികം മകനെയോ മകളെയോ അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എന്തല്ല? ദൈവത്തിന് യോഗ്യനല്ലെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം ദൈവത്തെക്കാട്ടിലും ഉപരിയായി നമ്മൾ എന്തിനൊക്കെയോ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തെ എന്ത് ചെയ്യണം? മാറ്റാനാണ് പറയുന്നത്. ഇപ്പം അപ്പം നമ്മൾ ചിന്തിക്കും, ദൈവം എന്നൊരു ക്രൂവലാണോ, ജലസാണോ എന്നൊക്കെ അല്ലേ. സംഭവിക്കുന്നത് ദൈവസ്നേഹത്തിലല്ല അപ്പനെയോ അമ്മയെയോ മകളെയോ മകനെയോ സഹോദരനെയോ സഹോദരിയോ സ്നേഹിക്കുന്നതെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നൊരു കുറ്റമോ കുറവോ വന്ന് നമുക്ക് ആ സ്നേഹം എന്ത് ചെയ്യും? കട്ടാവും. മനസ്സിലായോ? പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത്, ഞാൻ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് അവരെ എന്ത് ചെയ്യണം? എൻ്റെ
മക്കളെയും അപ്പനെയും അമ്മയും എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അപ്പം ആ അപ്പനിലേക്കും ആ മക്കളിലേക്കും എന്ത് ചെയ്യുക? ആ ദൈവസ്നേഹം സ്പ്രെഡ് ആവുക. അവരെ കൂടെ ദൈവികരാക്കി മാറ്റാൻ ആ ദൈവത്തിന് ആഗ്രഹം. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ചിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ദൈവം ജലസാധ്യത കൊണ്ടല്ല, കാരണം അവിടെ അതൊരു പൂർണ്ണതയുള്ള സ്നേഹമല്ല. ദൈവത്തെ ഞാൻ സ്നേഹിച്ചുകൊണ്ട് ആ ദൈവസ്നേഹത്തിൽ മകനെയും മകളെയും സ്നേഹിക്കുമ്പോൾ സംഭവിക്കുന്നത് തന്നെ, അപ്പൻ എന്നോട് വഴക്ക് പറഞ്ഞാലും മക്കൾ എന്നോട് വഴക്ക് പറഞ്ഞാലും ആ സ്നേഹത്തിന് കുറവുണ്ടോ? ഇല്ല. അവരെ അന്നേരവും സ്നേഹിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. വെളിയിലിരിക്കുന്നവരെയും അങ്ങനെ സ്നേഹിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അങ്ങനെ സ്നേഹിക്കുമ്പോൾ സംഭവിക്കുന്നത് തന്നെ, അവർ ഈ ദൈവം എവിടെ നിന്ന് ചോദിച്ചാൽ അവർ സഭയ്ക്കകത്ത് കയറി വരും. ഈ ദൈവത്തെ, ആ പ്രിയമുള്ളവരെ നമ്മളിന്ന് കാണിച്ചു കൊടുക്കേണ്ടത്. അതിന് ഞാനും നിങ്ങളും ചെയ്യണത് ആദ്യം ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാ. ദൈവസ്നേഹത്തിലേക്ക് സഭ മടങ്ങി വരട്ടെ എന്നാ കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. വേഗത്തിൽ പോകാം. മറ്റുള്ള സ്നേഹം എന്താണ്? ലോക സ്നേഹമാണ്. ഉൽപ്പത്തി പുസ്തകം 22:1-2. ഉൽപ്പത്തി 22:1-2. മതി കേട്ടോ. അബ്രഹാമേ, നീ സ്നേഹിക്കുന്നതിൻ്റെ ഏകജാതനായ മകനെ എന്ത് ചെയ്യണം? മോറിയ ദേശത്തുള്ള മലയിൽ കൊണ്ടുവന്ന് യാഗമർപ്പിക്കണം. ശ്രദ്ധിച്ചിരിക്കണേ. അബ്രഹാമിന് ഇസഹാനെ കൊടുത്തത് ആരാ? ദൈവമല്ലേ? കൃപയാലല്ലേ ഇസഹാക്കിനെ അബ്രഹാമിന് കിട്ടിയത്? പിന്നെ എന്തിനാ അബ്രഹാമേ നീ മോറിയ മലയിൽ യാഗമഴിക്കാൻ കയറേണ്ടത്? ഹല്ലേലൂയ. നിർജീവത്വം പ്രാപിച്ച ആ ഗർഭപാത്രത്തിൽ ദൈവത്തിൻ്റെ ജീവൻ ഇറങ്ങി വന്നു. ഇസഹാക്ക് പുറത്തു വന്നു. വർക്ക് ഫിനിഷാണോ? ദൈവം ചെയ്തോ? ദൈവത്തിൻ്റെ വർക്ക് അവിടെ ഫിനിഷായെങ്കിലും അബ്രഹാമേ, നിന്റെ അകത്ത് ചില വർക്കുകൾ പൂർത്തീകരിക്കാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറിയെങ്കിലും വാഗ്ദത്തം പ്രാപിച്ചവന്റെ അകത്ത് ചിലത് കർത്താവിന് ചെയ്യാനുണ്ടെന്നാ പറഞ്ഞേ. ഹല്ലേലൂയ. അതായത് ചിലപ്പോൾ നമ്മുടെ ദൈവം നമുക്ക് ഗിഫ്റ്റായിരിക്കാം. അതിനെന്ത് ചെയ്യണം? യാഗമർപ്പിക്കാൻ കൊണ്ടുവരാൻ കർത്താവ് പറഞ്ഞേ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം പറയുന്നു, എന്നേക്കാൾ അധികമായി സ്നേഹിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കണം. അതിനെ മോറിയ മലയുടെ മുമ്പിൽ യാഗമർപ്പിക്കണം. ശബാനഗദരഗഡബന ശംദൽഖബന. വളരെ കാലമായി ദൈവാത്മാവ് സംസാരിക്കുന്നു. ഇസഹാക്ക് യാഗമാകാനുണ്ട്. അതീ ദിവസങ്ങളിൽ യാഗമാകേണ്ടത് ആവശ്യമാണ്. എൻ്റെ സ്നേഹത്തെ കവരുന്ന സകലതിനെയും, ദൈവസ്നേഹത്തെ വെളിപ്പെടുത്താൻ കഴിയാത്ത സകലതിനെയും ദൈവാത്മാ പറയുന്നു മോറിയ മലയുടെ മുകളിൽ കൊണ്ടുവന്ന് യാഗം കഴിക്കുവാൻ. ഹല്ലേലൂയ. വർക്ക് പൂർത്തിയായെങ്കിലും നമ്മുടെ അകത്ത് ഇപ്പോഴും ദൈവത്തെ സ്നേഹിക്കാൻ കഴിയാതെ വണ്ണം കിടക്കുന്ന ചില ഇസഹാക്കുമാരുണ്ട്. അതിനെ കർത്താവ് പറഞ്ഞ് യാഗമാക്കുക. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ യാഗമാക്കാനാണ് കർത്താവ് പറയുന്നത്. അതിനെ കളയാനല്ല. യാഗമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക. എന്നിട്ട് നീ അവിടുന്ന് മാറ്. എന്നിട്ട് നീ എന്നെ സ്നേഹിക്ക്. അതിലൂടെ നീ ഇസ്ഹാക്കിനെ സ്നേഹിക്കുന്നേ. ചില ഇസ്ഹാക്കുകൾ ഇന്ന് പകൽക്കാലം യാഗമാകാനുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെട്ടെങ്കിലും നമ്മുടെ അകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. ദൈവത്തെ സ്നേഹിക്കാൻ കഴിയാതെ വേണം. എന്നെ സ്നേഹിക്കാതെ അല്ലേ എൻ്റെ കൽപ്പന പ്രമാണിക്കാൻ പറ്റുമോ? അപ്പൊ അതിനർത്ഥം എന്താ? ദൈവത്തെക്കാട്ടിലും ഉപരിയെ നമ്മൾ എന്തിനെയൊക്കെയോ സ്നേഹിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ ഇസഹാക്ക് യാഗമാകാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല ദൈവം എന്ന് പറയുന്നത്. ആ ഇസഹാക്ക് ഈ ദിവസങ്ങളിൽ യാഗമാകട്ടെ. നിങ്ങളുടെ ജോലിയായിരിക്കാം, പൊസിഷനായിരിക്കാം, എന്തുമായിരിക്കാം.
അതിനെ കളയാനല്ല, അതിനെ യാഗമാക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളതാ. ഹല്ലേലൂയ. ഇങ്ങനെ സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ അകത്ത് വെളിപ്പെടുന്നത്, ക്രൂശ് വെളിപ്പെടുന്നത്. എന്നിലും നിങ്ങളിലും ക്രൂശ് വെളിപ്പെടാതെ ഒരു ദൈവപ്രവൃത്തി ഇല്ലെന്നാ ദൈവസഭയോട് ദൂത് പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ക്രൂശിനെ കർത്താവ്, നിങ്ങളുടെ അകത്തൊരു ക്രൂശ് വെളിപ്പെടണമെന്ന്. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ അധികമായി, എന്നേക്കാൾ അധികമായി സ്നേഹിക്കുന്നതിനെ എന്ത് ചെയ്യണം? യാഗമാക്കണം. ഒരു ക്രൂശ് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അത് യാഗമാകേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. യോഹന്നാൻ 21:15 ഞാൻ നിർത്തുക. യോഹന്നാൻ 21:15 പെട്ടെന്ന് വായിക്കാമല്ലോ. മതി, അറിയാമല്ലോ ഇത്. ഹല്ലേലൂയ. ക്രൂശീകരണം കഴിഞ്ഞതല്ലേ, പിന്നെന്തിനാ പത്രോസിനോട് അങ്ങനെ ചോദിച്ചേ? ക്രൂശീകരണം കഴിഞ്ഞാലും പത്രോസേ, നിന്റെ അകത്ത് ചിലത് നടക്കാനുണ്ട്. ആ ക്രൂശ് നിന്റെ അകത്ത് വെളിപ്പെടാനുണ്ട്. ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. പത്രോസേ, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഒന്നല്ല, 3 തവണ. ഉണ്ടെങ്കിൽ എൻ്റെ ആടുകളെ മേയ്ക്കാനാണ് പറയുന്നത്. ദൈവത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷയുടെ മാറ്റപ്പെടുന്ന ഞാൻ പറഞ്ഞേ. നമ്മുടെ അകത്തും ചില ക്രൂശുകൾ ദിവസങ്ങൾ എന്ത് ചെയ്യാനുണ്ട്? വെളിപ്പെടാനുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിലേക്ക് നമുക്ക് മടങ്ങി വരാം. ദൈവസഭയോട് പറയുന്ന ദൂത്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെക്കാൾ അധികമായി സ്നേഹിക്കുന്ന ചില ഇസഹാക്കുമാരെ ദിവസങ്ങൾ യാഗമാക്കണം. ഹല്ലേലൂയ. കർത്താവിനെ അധികമായി സ്നേഹിക്കണം, ദൈവത്തെ അധികമായി സ്നേഹിക്കണം. 1-ാം കൽപ്പനയാ, എന്നെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. എന്നെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ സ്നേഹിക്കാൻ പറ്റത്തുള്ളതാണ് കർത്താവ് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇത് പ്രാവർത്തികമാകാതെ നിങ്ങൾക്ക് ദൈവസ്നേഹം വെളിപ്പെടത്തില്ല പ്രിയമുള്ളവരെ. നിങ്ങൾ ചെയ്തു നോക്കിക്കോ, പരീക്ഷിച്ച് നോക്കിക്കോ. ഞാനല്ല പറയുന്നത്, വചനമാ പറയുന്നത്, അല്ലേ? ദൈവത്തെ സ്നേഹിക്കാതെ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയത്തില്ല. കാരണം എൻ്റെ അകത്ത് എന്താണ്? കണ്ടീഷനുണ്ട്, അല്ലേ? എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണോ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതല്ല. ദൈവത്തെ വെളിപ്പെട്ട് കിട്ടാനാ ദൈവത്തെ സ്നേഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും. നമ്മൾ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്താലും ദൈവസ്നേഹത്തിലാണെങ്കിൽ അവിടെ സമ്മതിക്കുന്ന തന്നെ ഒരു പെർഫെക്ഷൻ ഉണ്ട്. നിങ്ങളാണ് സമ്മതിക്കുമോ? ഇല്ല. അങ്ങനെ ദൈവസ്നേഹത്തിലല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കാണിക്കുന്നതിൽ എന്താണ്? അഭിനയമാ, ഒരു പ്രകടനമാ. ദൈവാത്മാ പറയുന്നു, അങ്ങനെയുള്ള മേഖലകൾ ഈ ദിവസങ്ങൾ എന്ത് ചെയ്യും? ദൈവം തന്നെ ഡീൽ ചെയ്യുമെന്നാ പറയുന്നത്. അവസാന കാലഘട്ടത്തിൽ എന്ത് ചെയ്യും? പണി ഏതാന്ന് വെളിപ്പെട്ട് വരും. എഫെസോസ് സഭയോട് പറഞ്ഞത്, നീ ഏതിൽ വീണിരിക്കുന്നു എല്ലാം നിനക്കുണ്ട്, പക്ഷേ ആ സ്നേഹത്തിലേക്ക് നീ മടങ്ങി വന്നാൽ അവിടെ എന്ത് ചെയ്യും? ഞാൻ നിന്നെ വിളക്കാക്കി നിർത്തും. അല്ലെങ്കിൽ സംഭവിക്കുന്നത് തന്നെ, നിൽക്കുന്ന നിലയിൽ നിന്ന് ഞാൻ നീക്കിക്കളന്ന കർത്താവ് പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല, കർത്താവ് പറഞ്ഞതാ. അതിൻ്റെ അർത്ഥം, ദൈവസ്നേഹത്തിലല്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒന്നും കർത്താവ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ദൈവസ്നേഹത്തിൽ നിങ്ങൾ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും, നിങ്ങൾ എന്ത് ചെയ്താലും, അന്നദാനം ചെയ്താലും, വചനമാണ് ഞാൻ പറയുന്നത്, ഹല്ലേലൂയ, സകലത നിങ്ങൾക്ക് വേണ്ടി എഴുതി കൊടുത്താലും ദൈവസ്നേഹത്തിൽ അല്ലെങ്കിൽ ദൈവം പ്രസാദിക്കത്തില്ല, ദൈവം കണക്കിടത്തില്ല, ദൈവരാജ്യാവകാശമാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവസഭയോടുള്ള ദൂത്, ദൈവത്തിലേക്ക് മടങ്ങി വാ, ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരാനാ കർത്താവ് പറയുന്നത്. സ്നേഹം നിഗളിക്കുന്നുണ്ടോ? ഇല്ല. ചീർക്കുന്നുണ്ടോ? അന്യമായ കുറ്റം ആരോപിക്കുന്നുണ്ടോ? അപ്പം ഇതെല്ലാം നമ്മുടെ അകത്തുണ്ടെങ്കിൽ എന്തില്ല? ദൈവസ്നേഹം ഇല്ലെന്നാ അതിൻ്റെ അർത്ഥം. എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും.
ഈ വചനങ്ങളാൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.